ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്പീഡായിട്ട് അങ്ങ് പോകുന്നതേ ഉള്ളൂ. കാരണം ഇത് 7-ാം തീയതിയിലെ വീഡിയോ ആണ്. കുറച്ച് ദിവസമായിട്ട് പനിയും ചില പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ കുറച്ച് എപ്പിസോഡുകൾ നല്ല സ്പീഡിനാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 7-ാം തീയതിയിലെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിൽ നമ്മുടെ രാധികാമ്മയ്ക്ക് കൊടുക്കുന്നതിന് പകരം നമ്മുടെ സുവർണയുടെ ചെകിട് പുളക്കെ ഒരെണ്ണം അങ്ങ് കൊടുത്തു. എന്നിട്ട് ഗീതു പോവുകയാണ്. എന്നിട്ട് അതിന് മുമ്പായിട്ട് ഗീതു രാധികാമ്മയോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഈ നിങ്ങളുടെ ശിങ്കിടി ഉള്ളത് കൊണ്ട് ഇവക്ക് കിട്ടിയ അടി അല്ലെങ്കിൽ രാധികാമ്മയ്ക്ക് കിട്ടാനും മടിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു പോയി. അപ്പോൾ ഗീതു പോയി കഴിയുമ്പോഴത്തേക്ക് രാധികാമ്മ വരുണിനോട് പറയുകയാണ്, വരുൺ ഇനിയും നമുക്ക് വച്ച് താമസിപ്പിക്കേണ്ട, എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ടിട്ട് ഡിവോഴ്സ് കഴിയുന്നത്ര പെട്ടെന്നാക്കണം, ഇവളെ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ അജാസ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അജാസ് ഗോവിന്ദിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഗോവിന്ദനോട് പറയുകയാണ്, സാർ എനിക്ക് സാറിനോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്താനുണ്ട്. കാര്യം ഗീതുവിനെ ഒരിക്കലും സാറ് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഫുൾ ടൈം ഗീതുവിൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കൂടെയാണ് എല്ലായിടവും പോവുകയും വരെയൊക്കെ ചെയ്യുന്നത്. ചെമ്പകശ്ശേരിയിൽ പോവാറുണ്ട് എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഗീതു വേറെ എങ്ങും പോവാറില്ല. പിന്നെ കിഷോറിനെ കാണാറേ ഇല്ല. പുറത്തൊന്നും അവർ കറങ്ങാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ വെറുതെ സാറിനെയും ഗീതുവിനെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ കളിക്കുന്ന കളികളാണ് എന്നിങ്ങനെ പറയുകയാണ്. സാർ ഒരിക്കലും ഗീതുവിനെ തെറ്റിദ്ധരിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അതേസമയം ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരെയും നന്നായിട്ട് മനസ്സിലായി, എനിക്ക് ഗീതുവിനെ കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കിപ്പോൾ അവളെ നന്നായിട്ട് മനസ്സിലായി എന്നിങ്ങനെ അജാസിനോട് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ വെറുതെ അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. രാധികാമ്മ അജാസിനോട് ചോദിക്കുകയാണ്, അജാസ് നിനക്കെന്താ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ കാര്യം? പുറത്തേക്ക് എനിക്ക് കണ്ണനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ അജാസ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ പറയാണ്, കണ്ണാ ഇത് ഇവിടെ ശരിയാവില്ല. ഞാൻ കരുതിയത് ഗീതു മുമ്പേ എനിക്കറിയാമായിരുന്നു ഗീതുവും കിഷോറും തമ്മിലുള്ള കാര്യം. നീ ഒഴികെ ഈ ഓഫീസിലെല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം. ഇനി അവളെ നമ്മുടെ കുടുംബത്തിലും ഈ ഓഫീസിലും വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. കാരണം എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ഗീതുവും കിഷോറും തെറ്റുകാർ തന്നെയാണ്. എല്ലാവർക്കും ഇവരുടെ ചീത്ത ബന്ധത്തെപ്പറ്റി നന്നായിട്ട് അറിയാൻ പാടില്ലാത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് ഇനി ഡിവോഴ്സിലേക്ക് കടക്കണം എന്നിങ്ങനെ പറയുകയാണ്. ഇനി അവളെ വച്ചുകൊണ്ടിരിക്കാനേ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയണം, അതേ അമ്മേ, ഒഴിവാക്കേണ്ടവരെയൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം, എല്ലാ മരണങ്ങളെയും ഒഴിച്ചു വിടണം എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദ് കുത്തി തന്നെയാണ് പറയുന്നത്. അങ്ങനെ രാധികാമ്മയ്ക്കാണെങ്കിൽ മനസ്സിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം രാധികാമ്മ കരുതി വെച്ചിരിക്കുന്നത് ഗോവിന്ദ് ഗീതുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ സന്തോഷത്തോടു കൂടി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ പോയതിന് ശേഷം ഗോവിന്ദ് നേരെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അച്ഛനോട് വളരെ സങ്കടപ്പെട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ ഒരുപാട് ചേർത്ത് പിടിച്ചവരൊക്കെ എന്നെ ചതിക്കുകയാണോ? രാധികാമ്മയും വരുണും ചേർന്ന് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അതേസമയം നമ്മുടെ ഗീതു ക്യാബിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോന്നൊക്കെ ആലോചിച്ച് ഗീതുവിൻ്റെ രക്തം തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് കിഷോർ വരികയാണ്. കിഷോർ വരുമ്പോഴത്തേക്ക് ഗീതു ചോദിക്കുകയാണ്, കിഷോറെ, നീ ഇപ്പോൾ എന്നെപ്പറ്റി നീയും കൂടി ചേർന്നല്ലേ ഈ ഓരോരോ വേണ്ടാതനങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുകയാണ്, ഞാനതിന് എന്ത് പറഞ്ഞു എന്നാണ് മാഡം പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീത് പറയാണ്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീയല്ലേ ഇതിൻ്റെ എല്ലാത്തിനെയും പിന്നിൽ കളിക്കുന്നത്. എന്നെ അവർണികയും തമ്മിൽ തെറ്റിക്കാനും അതുപോലെ ഗോവിന്ദേട്ടനെയും തമ്മിൽ തെറ്റിക്കാനും നീയല്ലേ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗീതു. ആ സമയത്ത് നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അവർണികയും ഗീതുവും തമ്മിലുള്ള ഒരു ഡ്രാമയാണ്. വന്ന ഉടനെ അവർണിക പറയുകയാണ്, എന്താ കിഷോറിന് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുകയാണ്, ഞാൻ ഈ ഫയലൊക്കെ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ അവർണിക പറയുകയാണ്, അങ്ങനെ ഫയൽ കൊണ്ടുവരണമെങ്കിൽ നിൻ്റെ ബോസ് ഞാനാണ്, നീ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ കൊടുത്തേക്കാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർണിക ഗീതുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഗീതാഞ്ജലി, എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരണം, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്, നിൻ്റെ ഗോവിന്ദ് സാറിനെ നോക്കി നീ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർണിക ഗീതുവിനെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ദേഷ്യം വരുന്ന ഗീതു കിഷോറിനോട് പറയുകയാണ്, എടാ കിഷോറെ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് അവർണികയോട് പറയേ എന്നിങ്ങനെ പറയുമ്പോൾ കിഷോറൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഗീതുവിന് ദേഷ്യം വന്ന് ഫയലുകളൊക്കെ എടുത്തിങ്ങനെ കിഷോറിൻ്റെ പുറത്തേക്ക് എറിയുകയാണ്. അങ്ങനെ ഒടുവിൽ കിഷോറിനെ നമ്മുടെ അവർണിക ഇങ്ങനെ കുത്തിന് പിടിച്ച് തള്ളുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അവർണികയുടെ മുന്നിലിട്ട് കിഷോറിന് കുറേ ഇടി കൊടുക്കുകയാണ്. ഇടിയെന്ന് പറഞ്ഞാൽ കിഷോറിന് ശ്വാസം ഇടാൻ സമ്മതിക്കാത്ത കണക്ക് ഇടി കൊടുക്കുകയാണ്. അങ്ങനെ ഒടുവിൽ കിഷോർ നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെ
കിഷോർ നിലത്തേക്ക് വീഴുന്ന സമയത്തിന് അവർണിക ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്തിന് ഗീതു നല്ല വൃത്തിയായിട്ട് കിഷോറിൻ്റെ കയ്യിൽ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഒന്നും അറിയാത്തതുപോലെ കുറേ സമയത്ത് കയ്യിൽ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. കിഷോർ ആണെങ്കിൽ കിടന്ന് ഒച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്, ഗീതുവിൻ്റെ കൈ എൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി വിടാൻ ഒരു ഭാവവുമില്ല. ഒടുവിൽ കൈ ചവിട്ടി തേച്ച് അരച്ച് ഒടിച്ച് മടക്കിയിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി പോവുകയാണ്. നേരെ ചെല്ലുമ്പോഴത്തേക്ക് അവർണിക മാറി നിന്ന് കരയുന്നത് കാണുകയാണ്. അപ്പോൾ അവർണികയോട് പറയുകയാണ്, നീ എന്തിനാ അവർണികയെ കരയുന്നത്? നിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിൻ്റെ ഭർത്താവിനെ ഞാൻ ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതുകൊണ്ടൊന്നും അല്ല ഗീതാഞ്ജലി, എനിക്കതിലൊന്നും ഒട്ടും വിഷമമില്ല. പക്ഷേ അവൻ നിമിത്തം നിൻ്റെ സൽപ്പേര് നശിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് എൻ്റെ സങ്കടം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അവർണിക. അങ്ങനെ നമ്മുടെ ഗീതു അവർണികയോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ പണ്ടൊരിക്കൽ ഹിഡൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത കുറച്ച് രംഗങ്ങൾ, അതായത് രാധികാമ്മയും വരുണും സുവർണയൊക്കെ കുറ്റസമ്മതം നടത്തുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. അത് കിഷോർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ കിഷോറിൻ്റെ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറിലോ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അതെങ്ങനെയെങ്കിലും നീ എനിക്ക് തിരഞ്ഞു പിടിച്ച് തരണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അവർണിക പറയുകയാണ്, ഗീതാഞ്ജലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ സമ്മതമാണ്. അവൻ ചെയ്ത തെറ്റിന് എനിക്ക് അങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണം. എൻ്റെ ജീവൻ പോയാലും ശരി, ഞാനത് ഗീതാഞ്ജലിക്ക് കണ്ടെത്തിക്കൊണ്ട് തരും എന്നിങ്ങനെ വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ അവർണിക. അതേസമയത്ത് നമ്മുടെ ഭദ്രൻ കിഷോറിൻ്റെ വീട്ടിൽ കാറിലിരുന്ന് വെള്ളം അടിക്കുകയാണ്. കിഷോർ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പദ്ധതിയൊക്കെ വിജയിച്ച് വരുന്ന കാര്യമൊക്കെ പറയുകയാണ്. ഒടുവിൽ കിഷോറിനോട് ഭദ്രൻ പൈസയുടെ കാര്യം പറയുമ്പോൾ കിഷോറിന് ഭാവം മാറുകയാണ്. കിഷോർ പറയുകയാണ്, എൻ്റെ കയ്യിലുള്ളതേ തരാൻ പറ്റൂ, കൂടുതലൊന്നും പറയണ്ട, പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ കളിക്കാൻ നിന്നാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ കൊല്ലും എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ തന്നെ ഞാൻ കൊല്ലും എന്ന് തന്നെ ഭദ്രനോട് പറയുകയാണ്. ഭദ്രൻ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അങ്ങോട്ടേക്ക് അജാസ് വരികയാണ്. അജാസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവർ കാറിലിരുന്ന് മദ്യപിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അവർണികയും അതുപോലെ കിഷോറിൻ്റെ അമ്മയും ശ്രീജയും എല്ലാവരും കൂടി കാണുകയാണ്. അപ്പോൾ അവർണിക ശ്രീജയോടും അമ്മയോടും കൂടി പറയുകയാണ്, ഇപ്പോൾ അവൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നെയും ഗോവിന്ദ് സാറിനെയും തഴഞ്ഞു കളഞ്ഞിട്ട് ഗീതുവിനെ സ്വന്തമാക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭദ്രൻ്റെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അവനെ ഞാൻ കൊല്ലും എന്ന് തന്നെ തീർത്ത് പറയുകയാണ് അവർണിക അമ്മയോടും ശ്രീജയോടുമായിട്ട്. ഒടുവിൽ അവർണിക പറയുകയാണ്, അമ്മേ ഇവൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി ഞാനായിരിക്കും അടിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ പറയണം, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, നിൻ്റെ ഭർത്താവല്ലേ എന്ന് പറയുമ്പോൾ ഇവനെ പോലുള്ളവരെ ഇങ്ങനെ പറയാതെ പിന്നെ എന്ത് പറയണം അമ്മയെന്ന് അവർണിക ചോദിക്കുകയാണ്. അതേസമയത്ത് അവിടേക്ക് അജാസ് വരികയാണ്. അജാസ് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവർണികയോട് ചോദിക്കുകയാണ്, നിൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് കിഷോർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോഴത്തേക്ക് കിഷോർ പറയുകയാണ്, നിന്നെ ഞാനൊന്ന് നന്നായിട്ട് കാണാനായിട്ട് വന്നത് തന്നെയാണ്, നിന്നെ ഓഫീസിൽ വെച്ച് കാണുന്നതിനേക്കാളും നിൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് നിന്നെ കാണാമെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അജാസ് അറഞ്ചം പുറഞ്ചം കൊടുക്കുകയാണ് നമ്മുടെ കിഷോറിന്. ഒരടി പോലും തിരിച്ചു കൊടുക്കാനാവാതെ കിഷോർ കരണം മറിഞ്ഞ് നിലത്ത് കുത്തി വീഴുകയൊക്കെ ചെയ്യാണ്. പുള്ളിക്കാരനെ അവിടെ ഇട്ട് ചവിട്ടി പഞ്ചറാക്കുകയാണ്. അങ്ങനെ അടി കൊണ്ട് ഒരു വിധത്തിലും ആദ്യം അവർണിക പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അജാസ് എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്, തനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർണികയോട് പറയണം, അവർണിക കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കേണ്ട, എൻ്റെ ബോസിനെയാണ് ഇവൻ അപമാനിച്ചത്, അതുകൊണ്ട് ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അറഞ്ചം പുറഞ്ചം കൊടുക്കുകയാണ് നമ്മുടെ അജാസ്. ഒടുവിൽ അടി എല്ലാം കൂടെ വേടിച്ച് എരന്ന് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ കിഷോറിൻ്റെ അമ്മ കിഷോറിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പറയണേ, എടാ എന്തിനെടാ ഇങ്ങനെ കിടന്ന് അടി കൊള്ളുന്നത്, നീ വീട്ടിനകത്ത് കയറിപ്പോടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പിടിച്ച് തള്ളുന്ന സമയത്തിന് അവർണിക കിഷോറിനെ നേരെ പിടിച്ചങ്ങ് അജാസിൻ്റെ മുന്നിലേക്ക് തള്ളി കൊടുക്കുകയാണ്. ഇതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. ഭയങ്കര മഴ, ഒരു രക്ഷയില്ല, ജനലും വാതിലുകളും എല്ലാം അടച്ചിട്ട് അകത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് കൂടി ഭയങ്കര ഒരു രക്ഷയില്ല, ഭയങ്കര ശബ്ദവും ഒച്ച എന്ന് വെച്ചാൽ കാറ്റുണ്ട് കേട്ടോ, പുറത്ത് നല്ല കാറ്റുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ആസ്പെറ്റാസാണ്, ഓടും ആസ്പെറ്റാസും കൂടെയാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എൻ്റെ കയ്യിൽ തെറ്റൊന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാവരും കാണണം, ആരും സ്കിപ്പ് ചെയ്യരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.